സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രനിർമ്മിതിയിലെ പങ്കാളിത്തവും ഉറപ്പാക്കിയും സമുദായ മുന്നേറ്റത്തിന് ഉറച്ച വഴികൾ നിശ്ചയിച്ചും സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ മൂന്നാം ദിനം പിന്നിട്ടു. അസംബ്ലിയിൽ ഉയർന്ന ചിന്തകളും പഠനങ്ങളും ക്രോഡീകരിച്ച് സിനഡിന് സമർപ്പിച്ചാണ് അസംബ്ലി ഓഗസ്റ്റ് 25 ഞായറാഴ്ച സമാപനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഉജ്ജയിൻ രൂപതാധ്യക്ഷന്മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, ബിജ്നോർ രൂപതാധ്യക്ഷന്മാർ വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ, ഫാദർ പോളി പയ്യപ്പള്ളി, ഫാദർ തോമസ് വടക്കങ്കര CMI, ഫാദർ സെബാസ്റ്റ്യൻ പന്തല്ലു പറമ്പിൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഹിന്ദിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാണ് അസംബ്ലിയുടെ മൂന്നാം ദിനത്തിന് തുടക്കമിട്ടത്. സമുദായ സമുദ്ധാരണ കർമ്മ പദ്ധതികൾ അനിവാര്യമാണെന്ന് പ്രഭാഷണം നടത്തിയ CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. 2000 വർഷത്തെ ചരിത്രത്തിന്റെ കരുത്തിൽ സഭ കൂടുതൽ ശക്തീകരിക്കപ്പെടണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് കൂട്ടിച്ചേർത്തു. വാക്കുകളും ചിന്തകളും തിരുശേഷിപ്പുകളാക്കി മാറ്റാൻ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് കഴിയണമെന്ന് KRLCBC പ്രസിഡന്റും കോഴിക്കോട് രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. കുടുംബ ബന്ധങ്ങളുടെയും വിശ്വാസത്തിന്റെയും കരുത്ത് ലോകത്തിന് സമ്മാനിക്കാൻ സീറോ മലബാർ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ബിഷപ്പ് ഡോക്ടർ ചക്കാലക്കൽ വിലയിരുത്തി. തലശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സീറോ മലബാർ സമുദായ ശാക്തീകരണം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ SD, റവറന്റ് ഡോക്ടർ ടോം ഓലിക്കരോട്ട്, ഡോക്ടർ F മേരി റെജീന, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ എന്നിവർ പ്രബന്ധാവതരണം നടത്തി. വിവിധ ചർച്ചകളിൽ കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻമാർ തോമസ് തറയിൽ, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ രേഖ മാത്യു, AKCC ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ എന്നിവർ മോഡറേറ്റർമാരായി. താമരശ്ശേരി രൂപത മെത്രാൻമാർ റിമേജിയോസ് ഇഞ്ചനാനിയിൽ, എറണാകുളം അങ്കമാലി അതിരൂപത മുഖ്യ വികാരി ജനറൽ റവറന്റ് ഡോക്ടർ വർഗീസ് പൊട്ടക്കൽ എന്നിവർ പ്രസംഗിച്ചു. അസംബ്ലിയുടെ അന്തിമ പ്രസ്താവന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൺവീനർ റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് ഇലുവത്തിങ്കിലിന്റെ നേതൃത്വത്തിൽ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചു. നസ്രാണി പാരമ്പര്യം വിളിച്ചോതിയ കലാരൂപങ്ങളോടെയാണ് മൂന്നാം ദിനത്തിന് സമാപനമായത്. തീക്കോയ്, വാരിയാനിക്കാട് ഇടവകകളിലെ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളുടെയും തീക്കോയ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നേതൃത്വത്തിലായിരുന്നു കലാവിരുന്ന്. ഓഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ 9 അസംബ്ലിയുടെ സമാപന സമ്മേളനം നടക്കും. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനത്തിൽ സീറോ മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ ബെസേലിയോസ് മാർ ക്ലീമിസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. കേരള സംസ്ഥാന മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. സീറോ മലബാർ സഭാംഗങ്ങളായ MP മാർ MLA മാർ എന്നിവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. 10:50 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, CBCI പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത്, സിനഡ് സെക്രട്ടറിയും തലശ്ശേരി ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പാംബ്ലാനി, വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ജോൺ കണ്ടത്തിങ്കര VC, ചിക്കാഗോ രൂപത വികാരി ജനറൽ ഫാദർ ജോൺ മേലേപ്പുറം എന്നിവരുടെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെയാണ് അസംബ്ലി സമാപിക്കുന്നത്.